ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. കുറച്ച് ചക്ക നന്നാക്കിയതിന് ശേഷം എനിക്ക് മതിയായിട്ട് എടുത്ത് വെച്ചിരുന്ന ചക്കയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും എന്ന് വെച്ചാൽ അറിയുന്നതൊന്നുമില്ല എങ്കിലും ഇന്നലെ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയും അമ്മായും കൂടെ ചക്ക വരട്ടലിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഇന്ന് അത് തന്നെ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ എടുത്ത് നന്നാക്കാൻ ഇഷ്ടമല്ലെങ്കിലും അത് ഉണ്ടാക്കേണ്ട ത്വര കാരണം ചക്കയൊക്കെ എടുത്ത് നന്നാക്കി കുറച്ച് ചക്കക്കുരു മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ചക്ക വേവിക്കാനായിട്ട് വെച്ചു. ശർക്കര പാനീയം ഉണ്ടാക്കാനായിട്ട് 4 ശർക്കര അങ്ങ് എടുത്തു കേട്ടോ. അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ചക്ക അങ്ങ് വെന്ത് വന്നപ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് റെഡി ആയിട്ടോ. അങ്ങനെ ശർക്കര പാനി ഉണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരും. ഏത് രൂപത്തിലാവും എന്ത് രൂപത്തിലാവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചക്ക വേവിച്ചതിൽ ഈ പാനി അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചക്ക വരട്ടി നല്ല കട്ട പോലെ ആകുന്ന പരുവമാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ഇതൊട്ടും കട്ടയാവുന്നില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ഏലയ്ക്ക അങ്ങ് പൊടിച്ചിട്ടു, നെയ്യൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ചായ വെക്കാനായിട്ട് എടുത്ത് വെച്ച പാലിനെ അങ്ങോട്ട് ഒഴിച്ചു. ഇനി അമ്മ വന്ന പുറം പൊളിക്കുമോ എന്നുള്ളത് വൈകിട്ടുള്ള റിസൾട്ടിലേ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ ചക്ക വരട്ടലും അല്ല പായസം അല്ലാത്ത പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ മോളും ഞാനും കൂടെ കഴിച്ചു. ഇനി അമ്മ വന്നാലേ ബാക്കിയുള്ള റിസൾട്ട് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.